ഇറാനിലെ പെട്രോ കെമിക്കൽ പ്ലാന്റുകളൊക്കെ ഇസ്രായേൽ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെബനനിലും അതുപോലെ തന്നെ ഇസ്ബഹാനിലൊക്കെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഏപ്രിൽ 8-നാണ് ഈ വെടിനിർത്തൽ കരാറ് വന്നിട്ടുള്ളത്. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ ഒരു ഇസ്രായേൽ ഇറാൻ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ അടുക്കളകളൊക്കെ പൊള്ളിയിരിക്കുകയാണ്. ലോകമെമ്പാടും ഇന്ധന വിലയും അതോടൊപ്പം തന്നെ ഈ പാചകവാതക ഗ്യാസിന്റെ ഒക്കെ വിലയൊക്കെ വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് എവിടെയാണ് യഥാർത്ഥത്തിൽ എത്തി നിൽക്കുന്നത്? ട്രംപിന്റെ ആവശ്യം എന്ന് പറയുന്നത്, അമേരിക്കയുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ യുറേനിയൻ സമ്പുഷ്ടീകരണം അതിന്റെ രഹസ്യ ഡീറ്റെയിൽസ് മുഴുവൻ ഞങ്ങൾക്ക് കൈമാറണം എന്നുള്ളതാണ്. മൊസാദ് വിചാരിച്ചിട്ട് പോലും ഇറാന്റെ ഈ സമ്പുഷ്ടീകരണത്തെ തടയാനോ അതിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്താനോ സാധിച്ചിട്ടില്ല. ട്രംപ് വിചാരിച്ചാൽ നടക്കൂ? ഇത് ഗൗരവമായിട്ട് തന്നെ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഇറാനിൽ നിന്ന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് പതിച്ചു. ഇസ്രായേൽ തിരിച്ചാക്രമിക്കുന്നു, ലെബനൻ ആക്രമിക്കുന്നു. ഇത് തുടരുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുള്ളൂ. പൊതുവെ യുദ്ധവിദഗ്ധരൊക്കെ വിലയിരുത്തിയനുസരിച്ച് ഇറാൻ്റെ ശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നായിരുന്നു കണക്കാക്കപ്പെട്ടത്. അതില്ലെന്നാണ് ഇപ്പോൾ വീണ്ടും തെളിയിക്കപ്പെടുന്നത്. വീണ്ടും ഈ യുദ്ധം തുടരും. മൊസാദ് ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയാണ്. അവർക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് മൊസാദ് ഇറാൻ്റെ ഈ രഹസ്യ അറകൾ കണ്ടെത്തിയില്ല? എവിടെയാണ് അവർ സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന യുറേനിയം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഇത് കണ്ടെത്താൻ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരാഗ്രഹിച്ചതുപോലെ അത് മുഴുവനും അവർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ അത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അവർക്ക് ഇതുവരെ അത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അവർക്കത് കണ്ടെത്താൻ കഴിയണമെങ്കിൽ ഇറാനിലേക്ക് ഇരച്ചു കയറാനായിട്ട് കഴിയണം. എന്നുവെച്ചാൽ കരയുദ്ധം ഇതുവരെയായിട്ട് ആയില്ല. യുദ്ധം തുടങ്ങി 100 ദിവസം കഴിഞ്ഞു. പക്ഷേ കരയുദ്ധത്തിലേക്ക് പോകാനായിട്ടുള്ള കളികൾ നടക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കരയുദ്ധത്തിന്റെ സാധ്യതകൾ പലതരത്തിലും തടസ്സപ്പെടുന്നത് കൊണ്ട് കൂടിയാകണം ഇപ്പോൾ പെട്ടെന്ന് ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ട്രംപിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. അതായത് സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന യുറേനിയം പൂർണ്ണമായിട്ടും കൈമാറണം, ഇല്ലെങ്കിൽ തീർത്ത് കളയും. പക്ഷെ നമ്മൾ പല ദിവസം ഇത് കേട്ടതാണ്, തീർക്കും. വീരവാദം ട്രംപ് കുറേയായി മുഴക്കും. അതെ, ഇതുവരെയായിട്ട് തന്നെ ഒരു പരിഹാരമായില്ല. നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഉത്കണ്ഠ പുലർത്തുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരവുണ്ട്. നമ്മളുടെ വീടുകളിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ഗ്യാസ് കിട്ടുന്നില്ല. ഇപ്പം നേരത്തെ 25 ദിവസമായിരുന്നു. ഇന്ന് വീട്ടിൽ ഗ്യാസ് കിട്ടി. അടുത്ത ബുക്കിംഗ് ഡേറ്റ് വന്നപ്പോൾ അത് 25 ദിവസത്തിൽ നിന്ന് 28ആയി. എനിക്ക് തോന്നുന്നു ഇനി അങ്ങ് കൂടി 45 ദിവസം വരെ വരും എന്നാണ് പറയുന്നത്. ഒരു ഗ്യാസ് സിലിണ്ടർ കൊണ്ട് 45 ദിവസത്തെ അടുക്കള പാചകം നമ്മുടെ വീടുകളിൽ സാധ്യമല്ല. എന്നുവെച്ചാൽ നമ്മൾ വളരെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സോഴ്സസ് അതിന് വേണ്ടി കണ്ടെത്തേണ്ടി വരും എന്നുള്ളത്. ഇതാണ് നമ്മളുടെ ഒരു ചെറിയ വിഷയം നമ്മളെ സംബന്ധിച്ചാണ്. രണ്ടാമത് എന്താണ്, അതിന്റെ വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഈ കഴിഞ്ഞ ദിവസം വീണ്ടും കൂട്ടി. ഇപ്പൊ 29 രൂപ കൂട്ടി. അതൊന്നും കൂട്ടുന്നതിൽ ഭരണാധികാരികൾക്ക് യാതൊരു എളുപ്പമില്ല. ചുമ്മാ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കൊമേഴ്ഷ്യൽ കുക്കിംഗ് ഗ്യാസ് എന്ന് പറയുന്ന സാധനത്തിന്റെ വില 1000-ലധികം രൂപ വർദ്ധിപ്പിച്ച് അത് ഒരു നിലക്കാക്കി വെച്ചിരിക്കുകയാണ്. ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും. വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ തീ പിടിച്ച വിലക്കയറ്റമാണ്. ആർക്കും ഇത് പൊതുവെ ഇതിൽ, അതായത് നമ്മളിവിടെ പ്രകടനങ്ങളില്ല. ഇപ്പൊ വിലക്കയറ്റത്തിനെതിരെ പ്രകടനം ഒരു പാർട്ടി നടത്തണില്ല. വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ വിലക്കയറ്റം ഉണ്ട് താനും. അപ്പൊ അതൊക്കെ ജനങ്ങൾ സ്വയം ഇങ്ങനെ അനുഭവിക്കുന്ന ഒരവസ്ഥയിലെത്തുകയും നമ്മൾ തന്നെ നമ്മളോട് പ്രതിഷേധിക്കുന്ന രീതിയിലായി കഴിഞ്ഞിരിക്കുകയാണ്. മോദിയൊക്കെ ചെയ്ത ഒരു വലിയ വീഴ്ചയുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താ, നമ്മൾ സ്വർണം വാങ്ങുന്നത് അവസാനിപ്പിക്കണം, നാച്ചുറൽ റിസോഴ്സസ് കൂടുതലായിട്ട് ഉപയോഗിക്കണം, പൊതു വാഹനങ്ങൾ ഉപയോഗിക്കണം. ഇതൊക്കെ പറഞ്ഞത് സാധാരണക്കാരനോടാ. ഈ പണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, അവരാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്യുന്നത്. അവരോടാണ് യഥാർത്ഥത്തിൽ ഈ ഉപദേശം മുഴക്കേണ്ടത്. അത് ചെയ്യുന്നില്ലല്ലോ. അല്ല, ആരോട് പറയും? സാധാരണക്കാരനോടല്ലാതെ. കാരണം മറ്റുള്ളവരൊക്കെ മോദിയെ നിയന്ത്രിക്കുന്നവരാണ്. അദാനി അംബാനി
ആയിട്ടുള്ള ആളുകളൊക്കെ മോദിയെ നിയന്ത്രിക്കുകയാണ് ചെയ്തത്. പിന്നെ മോദി എങ്ങനെ അവരെ നിയന്ത്രിക്കും? സാധാരണക്കാരനോട് ഇതൊക്കെ പറയാം. നീ സ്വർണം വാങ്ങിക്കരുത്, മുണ്ട് മുറുക്കി കൊടുക്കണം, അതുപോലെ തന്നെ നീ ബൈക്ക് ഓടിക്കാൻ പാടില്ല, അതൊക്കെ സാധാരണക്കാരന് പറയാം. പൊതുവെ നല്ല കാര്യങ്ങളാണ്. സ്വർണം വാങ്ങണ്ട, പെട്രോൾ ഉപഭോഗം കുറക്കുന്നതിന് വേണ്ടി പൊതു ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണ്. കാർ എടുക്കണമെന്ന് പറഞ്ഞാൽ മതിയില്ല സമ്പന്നരോട്, കാർ ഓടിക്കണ്ട. എന്താണ് ഇത് പരിഹരിക്കാനായിട്ട് ശരിക്കും ചെയ്യേണ്ടത്? ഈ പണക്കാരിൽ നിന്ന്, റിച്ച് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ടാക്സേഷൻ വർദ്ധിപ്പിക്കുകയായിരുന്നു വേണ്ടത് രാജ്യത്തിന്റെ ഈ പ്രതിസന്ധി മറികടക്കാനായിട്ട്. അല്ലാതെ എങ്ങനെ ടാക്സേഷൻ കൊണ്ടുവരും എന്നുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. പിന്നെ മാത്രമല്ല, സമ്പന്നർക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് ഒരു സർക്കാരിന് നിലനിൽക്കാൻ പറ്റില്ല. അത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ പ്രത്യേകതയാണ്. ദരിദ്രനും സാധാരണക്കാരനുമെതിരെ എന്ത് നിലപാടെടുത്താലും സർക്കാരിന് പ്രശ്നമില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വേണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുത്താൽ മതി. അക്കൗണ്ടിലേക്ക് 10,000 രൂപ കൊടുക്കുക, കിറ്റ് കൊടുക്കുക, അങ്ങനെ പല പരിപാടികളൊക്കെ ചെയ്യാം. ചിലത് കേൾക്കും, ചിലത് കേൾക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ദുരന്തങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന സാധാരണക്കാരൻ. ഇപ്പോൾ യുദ്ധം നിലച്ചു എന്ന് കരുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നാണ് പെട്ടെന്ന് അത് എടുത്തു ചാടിയിരിക്കുന്നത്. വീണ്ടും ഇസ്രായേലും ഇറാനും പരസ്പരം ആക്രമിക്കുന്ന തരത്തിലേക്ക് വരികയാണെങ്കിൽ യുദ്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല, ഇതൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്ന തോന്നലാണ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഫലം ലോകത്തുള്ള എല്ലാ ജനങ്ങളും കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കും എന്നുള്ളത്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ. കാരണം ഇന്ത്യ വളരെ കൂടുതലായിട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് മുന്നേറുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നത്. പെട്രോൾ വില കൂടുന്നു, ഡീസൽ വില കൂടുന്നു. നമ്മൾ എപ്പോഴും എല്ലാവരും കുടിക്കുന്ന ചായക്ക് 15 രൂപയായി. അതുകൊണ്ട് പലതിൻ്റെയും 10 രൂപ ഉണ്ടായിരുന്നു, 15 രൂപയായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. 80 രൂപ ഉണ്ടായിരുന്നു, 140 രൂപ ആക്കിയ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ വിലക്കയറ്റം ഇങ്ങനെ അതിനും നിയന്ത്രണമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിന് ഒരു പൊളിറ്റിക്കൽ ലൈൻ വരാമോ എന്നുവെച്ചാൽ പ്രതിപക്ഷത്തെപ്പം ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ വിലക്കയറ്റത്തിൻ്റെ പൊറുതുമിട്ടിരിക്കുന്ന ജനങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. അവർക്കിപ്പം മിണ്ടാൻ പറ്റാത്ത അവരെ ജനങ്ങളോടൊക്കെ തോപ്പിച്ചൊരിടത്തിരിക്കുന്നതിൻ്റെ പേരിൽ മാത്രമാണ്. മൊസാദിന് സാധിക്കാത്തത് നമ്മൾ തുടങ്ങിയത് അങ്ങനെയാണ്, എങ്ങനെ ട്രംപിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പം $10,000 വിദേശ ആസ്തികളാണ് ഇറാന്റെ മരവിപ്പിച്ചിരിക്കുന്നത്. ഈ കണ്ടെത്തുന്ന ആസ്തി ഗൾഫ് രാജ്യങ്ങളിൽ അവരെ റീബിൽഡ് ചെയ്യാനായിട്ട് ആക്രമണം നേരിട്ട പ്രദേശങ്ങൾ എന്നൊക്കെ പറയുന്നു. അതൊക്കെ എവിടെയാണ് എത്തുക? ഇപ്പൊ ഇറാൻ തന്നെ പറയുന്നത് യുദ്ധം നിർത്താം, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരാൻ പറയാം. അപ്പോഴാണ് ട്രംപ് പറയുന്നത് അങ്ങനെയല്ല, നിങ്ങളുടെ പണമെടുത്ത് ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാൻ പോകുന്നത് ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ രാജ്യങ്ങൾക്കാണെന്ന് പറയണം. അതൊക്കെ എങ്ങനെ നടക്കണം? നമുക്കറിയില്ല എങ്ങനെയായിരിക്കും നടക്കാൻ പോണത്. ഇപ്പോൾ അവരുടെ ഇറാൻ്റെ ഒരുപാട് സ്വത്തുമാരെ കണ്ടുകെട്ടിയതുപോലെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇറാൻ അതിന് സമ്മതിക്കുകയോ കീഴടങ്ങുകയോ ചെയ്താൽ മാത്രമാണ് ആ കണ്ടുകെട്ടൽ പോലും സാക്ഷാത്കരിക്കപ്പെടാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ അതും പ്രശ്നമായിട്ട് തന്നെയായിരിക്കും നിൽക്കാനായിട്ട് പോകുന്നത്. മറ്റൊരു പലസ്തീനാക്കി മാറ്റാനാണോ ലക്ഷ്യം വെക്കുന്നത് ഇറാനെ? അല്ല, ഇതൊക്കെ അങ്ങനെ ആയിക്കൂടെ ഇതൊക്കെ, അല്ലേ? വേറെ ഇപ്പോൾ നമുക്കിപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. മറ്റൊരു യുദ്ധമായിട്ട് ഈ യുദ്ധം മാറുകയായിരുന്നു. ഹോർമസ് കടലിടുക്കെന്ന് പറഞ്ഞ സാധനത്തിലൂടെ കപ്പലുകൾക്കൊന്നും അങ്ങനെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റാത്ത അന്തരീക്ഷം നിലനിൽക്കുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ലോകത്തുള്ള പല രാഷ്ട്രങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആരും ചോദിക്കാനില്ലാത്ത തരത്തിലേക്ക് ലോകം മാറിക്കഴിഞ്ഞു. നാഥനില്ലാത്തൊരു ലോകമായി നമ്മളുടേത് മാറി എന്നത് പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാണെങ്കിൽ ഒരു പ്രശ്നം തോന്നാനില്ല. മോദിക്കൊരു വലിയ വിഷയമൊന്നുമില്ല. വെറുതെ ഇവിടെ ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയും വില കൂട്ടി പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ സ്വന്തം ജനതയ്ക്ക് ഇതുമാതിരി കഷ്ടപ്പാടും ദുരിതമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് കുറക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സമീപനം എടുക്കുക, അതൊന്നും ഇവരാരും ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.